ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മിക്ക ബാക്ക് സൈഡിലുള്ള ഡ്രം ആയിട്ട് വരുന്ന ഒരു ബ്രേക്ക് സെറ്റിലൊക്കെ ഉണ്ടാകുന്നൊരു ഇഷ്യൂമാണ് ബാക്ക് ബ്രേക്ക് ജാം ആവുക അല്ലെങ്കിൽ സ്ലിപ്പ് ആവുക എന്നീ ഇഷ്യൂസൊക്കെ. അപ്പോൾ അത് നമ്മളിന്ന് ക്ലിയർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ബാക്കിൽ വരുന്ന മെയിൻ ബോൾട്ട് നമ്മൾ പൂർണ്ണമായിട്ടും സ്പാനർ വെച്ചിട്ട് ബോക്സ് സ്പാനർ തന്നെ വെക്കുക, അല്ലെങ്കിൽ ടൂൾ കിറ്റിൽ അതിൻ്റെ സ്പാനേഴ്സ് ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. ഇതുപോലെ അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള വല്ല എക്യുപ്മെൻറ്റും വെച്ചിട്ട് അത് ഉള്ളിലോട്ട് അടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വശത്തുകൂടി നമുക്കതിൻ്റെ റോഡ് മെയിനായിട്ട് വരുന്ന റോഡുണ്ട്, അത് നമ്മൾ ഊരിയെടുക്കുക. അപ്പോൾ ഊരിയെടുക്കുന്ന സമയത്ത് നമുക്കവിടെ ബാക്ക് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ലെവൽ കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ എത്രയാണ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ ലിവർ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ബെസ്റ്റ് തന്നെയാണ്, സേഫ് തന്നെയാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ഭാഗത്തോട് വണ്ടി പൂർണ്ണമായിട്ടും ചെരിക്കുക. അതിനുശേഷം നമ്മുടെ അലോയിൽ അല്ലെങ്കിൽ നമ്മുടെ വീല് ഈ ഒരു രീതിയിൽ നമുക്ക് ഒറ്റയ്ക്ക് വലിച്ച് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് റിസ്ക്കാണ്, ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു സൈഡിലോട്ട് ചെരിക്കുക, മറ്റുള്ള ഒരാളോട് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് പറയുക. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്കിൻ്റെ ലിവർ റോഡ് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് മെയിൻ ബോൾട്ട് ഊരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സപ്പോർട്ട് ആയിട്ടുള്ള ആ ഒരു ബോൾട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഊരുകയാണ് ചെയ്യുന്നത്. അതിൽ വാഷർ വരുന്നുണ്ട്, അത് നമ്മൾ റിട്ടേൺ ഇടേണ്ടതായിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം മെയിനായിട്ട് വരുന്ന ബോൾട്ട് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റബിൾ സ്പാനേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്ന സമയത്ത് ബോക്സ് സ്പാനേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ത്രെഡ് പോകാനുള്ള ഒരു ഇതൊക്കെ ഇല്ലാതായി തീരും. ഇവിടെ നമ്മൾ ആ സെറ്റ് ചെയിൻ ഫുള്ള് സെറ്റ് ബ്രേക്ക് ഷൂ ഒക്കെ വരുന്ന ആ ഒരു സെറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇവിടെ കാണാം ലൈനേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കാണാം അത് പ്ലേ ഇല്ല, ഒട്ടും പ്ലേ ഇല്ല, അവിടെ ജാമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ചിലപ്പോൾ ആക്സിഡൻ്റൊക്കെ ഉണ്ടാവാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പോകുന്ന വഴിക്കൊക്കെ പെട്ടെന്ന് ജാമായിട്ടുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് ചിലപ്പോൾ സഡൻ ബ്രേക്കൊക്കെ ഇട്ട് പോകാനൊരു സാധ്യതയുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ബ്രേക്ക് ഷൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ലിവർ പൂർണ്ണമായിട്ടും അവിടെ ജാമായിട്ടുണ്ട്. അതിൻ്റെ കാരണം തുരുമ്പാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു തുരുമ്പാണ്. ആ ഒരു സെറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പാനർ വെക്കുക, ഒരു 8 അല്ലെങ്കിൽ 10 സ്പാനേഴ്സ് അതിൽ കൊടുക്കുക. അതുപോലെ തന്നെ 2 നട്ട് വരുന്നുണ്ട്, അത് നമ്മൾ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് എടുക്കുക. ഇത് റിമൂവ് എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം 2 നട്ട് വരുന്നുണ്ട്, 2ഉം നമ്മൾ റിമൂവ് ചെയ്യുക. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ സെറ്റ് നമ്മളെ കയ്യിലോട്ട് വരും. സ്പ്രിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ അഡ്ജസ്റ്റബിൾ സ്പാനേഴ്സ് അതുപോലെ തന്നെ താഴെ ബോക്സ് സ്പാനേഴ്സ് വെച്ചിട്ട് അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിവർ അഴിച്ചെടുത്തതിന് ശേഷം ആ ഒരു ജോയിൻറ്റ്സിൽ നിന്നും നമുക്കത് പതിയെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പോകാതെ നോക്കണം. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. ആ സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് അതിൽ നിന്ന് ഊരിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തുരുമ്പാണ്. ആ ഒരു സാധനം മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് നമുക്ക് ബ്രേക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്റ്റൗ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ചൂടുള്ളതായതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ്, നല്ലോണം കെയർ ചെയ്യുക, കൈകൊണ്ട് തൊടാനേ പാടില്ല. കുറച്ച് ഡേഞ്ചർ തന്നെയാണ്, പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു രീതിയിൽ ചൂടായതിന് ശേഷം നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല പ്ലേ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പായിട്ടാണ് അതവിടെ സ്റ്റക്കായി പോകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് മാത്രം മാറ്റാൻ വേണ്ടി പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും അത് ചെയ്തെടുക്കാം, റെഡിയാക്കാൻ വേണ്ട
പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേ ആണ് നമുക്ക് ആവശ്യം. ആ പ്ലേ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇവിടെ ലൂബ് ചെയ്ത് കൊടുക്കുക, ഗ്രീസ് എടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഓയിൽ ഉണ്ടെങ്കിൽ ഓയിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീസ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി അല്ല ഇത്, കുറച്ച് റിസ്ക് തന്നെയാണ്. നമ്മൾ അഴിച്ചെടുക്കാനുള്ള ആ ഒരാളുടെ ഹെൽപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സ്പാനേഴ്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ സ്പാനേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്നത് നല്ല തന്നെയാണ്. പതിയെ പതിയെ നമ്മൾ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പുതിയ പുതിയ അറിവുകൾ, നമുക്ക് ലേബർ ചാർജും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനും ഇത് പഠിച്ച ഒരു വ്യക്തിയൊന്നുമല്ല, ജസ്റ്റ് കണ്ടും അതുപോലെ തന്നെ കേട്ടും ചെയ്തും ഉള്ള ഒരു അറിവ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഇതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്ലേ ആണ് നമുക്ക് ആവശ്യം. ഈ ഒരു പ്ലേ ഇല്ലാത്തത് കൊണ്ടാണ് ബ്രേക്ക് ജാമായി പോകുന്നത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, കമൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.